നെക്സ്റ്റ് നമ്മൾ ഡേറ്റ മോഡലിംഗിന്റെ മെയിൻ സ്റ്റെപ്പിലോട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എങ്ങനെയാ, മീൻസ് ഡാറ്റേനെ ടേബിൾസ് തമ്മിൽ രണ്ടോ അതിലധികമോ ടേബിൾസിനെ തമ്മിൽ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിലെ കോമൺ വാല്യൂസ് തമ്മിൽ റിലേഷൻഷിപ്പ്, മീൻസ് ആ ടേബിൾസ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിന് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാം. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കസ്റ്റമർ ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളുണ്ട്, സെയിൽസ് ഡാറ്റ എന്ന് പറയുന്ന ടേബിളുണ്ട്. അതിൽ കോമൺ ആയിട്ട് വരുന്ന വാല്യൂ മീൻസ് കോളം ഏതാ, കസ്റ്റമർ കീ ആണ്. ഓക്കെ, അപ്പം അതിനെ നമുക്ക് എന്ത്, ഈ കസ്റ്റമർ കീനെ ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിടാം. അങ്ങനെയും നമുക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, എന്താ, മാനേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടും നമുക്ക് രണ്ട് ടേബിൾസിന്റെ വാല്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യണേന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ ഓക്കെ, ഫ്രണ്ട് എൻഡിൽ എത്തി. ഫ്രണ്ട് എൻഡില് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും, കുറച്ച് ഐക്കൺസ് കാണാൻ പറ്റും. ഇതിൽ ഈ മൂന്നാമത് കിടക്കുന്നതാണ് മോഡൽ വ്യൂ. കണ്ടോ, ഇത് സെലക്ട് ചെയ്യാം. ദെൻ നമ്മൾ ഈ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പവർ ബി ഓട്ടോമാറ്റിക്കലി കുറച്ച് കണക്ഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വന്ന കണക്ഷൻസ് ആണ്. ഇനി വേറെ വല്ല ടേബിൾസ് തമ്മിൽ കണക്ഷൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കണക്ഷൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടാന്ന് പറഞ്ഞു. അപ്പം ഡ്രാഗ് ചെയ്തിടുമ്പോ എന്താ, ഇതിലെ പ്രൊഡക്റ്റ് കാറ്റഗറി കീയും ഇവിടെയും പ്രൊഡക്റ്റ് കാറ്റഗറി കീ ആണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന വാല്യൂ. അപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ടു, സേവ് കൊടുത്തു. കണ്ടോ, അവിടെ റിലേഷൻ വന്നേക്കുന്ന കണ്ടോ. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. വേറെ മെത്തേഡ് ഞാൻ ഇതിൽ കാണിച്ചു തരാം. നെക്സ്റ്റ് മെത്തേഡ് വരുന്നത് നമ്മളുടെ ഹോം എന്ന് പറയുന്ന ടാബിന്റെ ഉള്ളിൽ മാനേജ് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ടേബിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി വേറെ പുതിയത് കണക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഓക്കെ, നമ്മുടെ ടേബിൾസ് ഏതായിരുന്നു, സെയിൽസ് ഡാറ്റയും പ്രൊഡക്റ്റ് ലുക്കപ്പും ആണ്. ഓക്കെ, ന്യൂ റിലേഷൻഷിപ്പ് എടുക്കുക. അതിലെന്താ, ഫ്രം ടേബിൾ എന്താ, സെയിൽസ് ഡാറ്റ കൊടുക്കുക. ടു ടേബിൾ എന്ന് പറയുന്നിടത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് ലുക്കപ്പ് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നില്ലെങ്കിൽ നമ്മൾ എന്താ, ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഈ രണ്ട് ടേബിളിൽ കോമൺ ആയിട്ട് വരുന്ന വാല്യൂ ആണ് പ്രൊഡക്റ്റ് കീ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ജസ്റ്റ് സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. കണ്ടോ, ഇവിടെ കണക്ഷൻ വന്നു. ഇനി നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും എന്താ, മാനേജർ റിലേഷൻഷിപ്പിൽ പോവാ. ഇവിടെ ഒരെണ്ണം സെലക്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് വേറെ വാല്യൂ മാറ്റിടണം, നമ്മൾ ചെയ്തത് തെറ്റാണ്, മീൻസ് കോളം സെലക്ട് ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ന്യൂ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം ഇവിടെ മാനേജർ റിലേഷൻഷിപ്പിൽ വന്ന് ഏതാണ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലെന്താ, നമുക്കിങ്ങനെ ഏതാണോ വേണ്ടത്, മീൻസ് കറക്റ്റ് ആയ ആ രണ്ട് വാല്യൂസിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് കൊടുക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ രണ്ടോ അതിലധികമോ ടേബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്. ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്.